ഈ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞതിന് ശേഷം ഈ അനീഷിനെ തേടിയിട്ട് പ്രതീക്ഷിക്കാത്ത പലതരത്തിലുമുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അംഗീകാരങ്ങൾ സമ്മാനങ്ങളൊക്കെ തന്നെ പലതരത്തിൽ അനീഷിന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അനീഷ് തന്നെ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അതിൽ തന്നെ അനീഷ് ഒരു സ്കൂളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോവുകയും അവിടെ അനീഷിന് ലഭിച്ച ആ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ആ ഷാൾ അനീഷ് സ്വീകരിച്ചതും അതോടൊപ്പം തന്നെ ഒരു അവാർഡ് കൊടുക്കുന്ന പോലെ അനീഷിന് ലഭിച്ച ആ ഒരു അംഗീകാരവും ഒക്കെ തന്നെ കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി അനീഷിനെ പോലൊരാൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഒരു ബിഗ് ബോസ് ഷോ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും സീസൺ 7 ഒരു ടോട്ടലി ഒരു പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും പറഞ്ഞാൽ അനീഷായിരുന്നു. കാരണം അയാൾ അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അയാൾ അവിടെ വെറുപ്പിച്ച കാര്യങ്ങൾ അയാൾ അതിനുശേഷം ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്ത ഒരു സംഭവങ്ങളൊക്കെ തന്നെ അത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം തുടക്കത്തിൽ വെറുപ്പിച്ച് എന്നാൽ ഒടുക്കമായപ്പോഴത്തേക്കും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തി അത് തീർച്ചയായിട്ടും അനീഷ് തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു വെറുപ്പ് പിന്നെ ഒരു പോസിറ്റീവായിട്ട് മാറുന്ന തരത്തിലായിരുന്നു ബിഗ് ബോസ് ഉടനീളം കഴിയുമ്പോഴത്തേക്കും മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം എന്തോ ഒരു പോസിറ്റീവ് അനീഷിലുണ്ടായിരുന്നു. അത് അനീഷിൻ്റെ സംസാരത്തിലായാലും അതോടൊപ്പം തന്നെ അനീഷിൻ്റെ പ്രവൃത്തിയിലൊക്കെ തന്നെ ആയാലും അത് പോകെ പോകെ ഒരു വെറുപ്പിൽ നിന്നും പോസിറ്റീവായിട്ട് മാറുന്ന തരത്തിലുണ്ടായിരുന്നു നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്. അത് തന്നെയായിരുന്നു പുറത്തിറങ്ങിയതിന് ശേഷവും ജനങ്ങൾ നൽകിയ ഒരു സ്വീകരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഈ കുട്ടികൾക്കിടയിലായാലും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്കിടയിലൊക്കെ തന്നെ ആയാലും സീസൺ 7 ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തി അനീഷ് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഒട്ടും തന്നെ വെറുപ്പിക്കാതെ അതിനുള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെയും അവിടെ വിട്ട് പുറത്തു വന്ന് പിന്നെ അത് വെറുപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വെളുപ്പിക്കുന്ന തരത്തിലൊന്നും തന്നെ കാര്യങ്ങൾ വളച്ചൊടിക്കാതെ തൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തി. അതായത് ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്ന ഒരു തരം പ്രകൃതമാണ് അനീഷിൻ്റെ. അതിപ്പോഴും പല രീതിയിൽ പ്രകടമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീഷിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ തന്നെ കാണുമ്പോഴത്തേക്കും എന്തുകൊണ്ടും ഇയാൾ അതിന് അർഹനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.